എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് മുട്ടയില്ലാത്ത ഒരു മുട്ട ഓംലെറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഈ ഒരു ഓംലെറ്റ് കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ കഴിക്കുന്നതിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക, അന്നേരം നിങ്ങൾക്ക് ആ ടേസ്റ്റ് മനസ്സിലാകും. നമ്മുടെ വെജിറ്റേറിയൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 2 ചെറിയ പാത്രത്തിലാണ് പൊടികൾ എടുത്തു വച്ചിരിക്കുന്നത്. 75 മില്ലി അളവിൽ കടലമാവും 25 മില്ലി അളവിൽ മൈദയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കടലമാവ് എടുക്കുന്നതിൻ്റെ 1/3 അളവ് മൈദ എടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂണിലും താഴെ ബേക്കിംഗ് പൗഡറാണ്. 1 കപ്പ് കടലമാവിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നാണ് ഇതിൻ്റെ ശരിയായ കണക്ക്. ഞാനിവിടെ 1/2 കപ്പിലും താഴെയാണ് പൊടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 സ്പൂണിലും താഴെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഓംലെറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പിലും കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ബാറ്ററിൻ്റെ കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരില്ല. കുറച്ച് കനം കുറച്ചുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേർത്ത് കൊടുക്കും അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മുടെ എഗ്ലെസ് ഓംലെറ്റിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എണ്ണയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ എണ്ണ എടുക്കണം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചുണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ഓംലെറ്റിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് 2 ഓംലെറ്റാണ് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ പകുതി ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഇനിയൊന്ന് തിരിച്ചും മറിച്ചു വിട്ടെടുക്കാം. ഇടയ്ക്കിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഞാൻ ഇതുപോലെയുള്ള ഓംലെറ്റ് 2 തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളി ചേർത്തും ചേർക്കാതെയും. ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കിയതിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും.